പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കരുത്തുള്ളവരായിരിക്കുവിൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത്. എത്ര തകർന്നാലും കർത്താവിന് നമ്മുടെ ജീവിതത്തെ പുനർജീവിപ്പിക്കുവാൻ കഴിയും. തലമുറകളോളം കരുണ വർഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഇമ്മാനുവേലായ ദൈവം. അതിനാൽ സാമ്പത്തിക പരാജയമോ തകർച്ചയോ നമ്മെ നിരാശപ്പെടുത്തരുത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. അവിടുന്ന് സകലതും നന്മയ്ക്കായി മാറ്റാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. തളർന്നവന് ബലം നൽകുന്ന കർത്താവിൽ പ്രത്യാശ വെച്ച് അവിടുത്തെ നാം ആരാധിക്കുമ്പോൾ അവിടുന്ന് പറയും: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സ്നേഹമുള്ളവരെ, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് വചനം പറയുന്നു: ഇനിമേൽ നിങ്ങൾ പരദേശികളോ അന്യരോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ആകുലരായി ജീവിക്കുന്നവരെ, നിന്റെ വഴികളിൽ നിന്നോടുകൂടി യേശുക്രിസ്തുവുണ്ട്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ യേശുക്രിസ്തു കാത്തു നൽകുകയാണ്. അവിടുന്ന് പറയുന്നു: ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആകുലരായോ രജഗണമേ, നിന്റെ പാതയിൽ നാഥനമേശുവുണ്ട്. ജീവിതകാലം മുഴുവനിലും നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമേകുമവൻ. സിയോൻ യാത്രയിൽ പങ്കുചേരും, നിങ്ങൾ കർത്താവിൻ സാക്ഷിയായി തീർന്നിടുവാൻ. സിയോൻ യാത്രയിൽ പങ്കുചേരും, നിങ്ങൾ കർത്താവിൻ സാക്ഷിയായി തീർന്നിടുവാൻ. നമുക്കെല്ലാം ചേർന്ന് പാടാം. അന്യരല്ല, പരദേശിയല്ല, വിശുദ്ധൻ സഹപൗരനും. അന്യരല്ല, പരദേശിയല്ല, വിശുദ്ധൻ സഹപൗരനും. അന്യരല്ല, പരദേശിയല്ല, ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ. അന്യരല്ല, പരദേശിയല്ല, ദൈവഭവനത്തിനംഗങ്ങൾ നമ്മൾ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വചനം സ്നേഹത്തോടെ വിളമ്പുന്നവരായി നമുക്ക് മാറുവാൻ ശ്രമിക്കാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അവകാശമുണ്ട്. നമ്മൾ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം: ഞങ്ങൾ അന്യരല്ല, പരദേശികളല്ല, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് നിരാശയോ തകർച്ചയോ എന്റെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല. കാരണം എന്റെ കർത്താവ് ജീവിക്കുന്നു. അവന്റെ ദൈവിക ശക്തി കുറഞ്ഞിട്ടില്ല, അവന്റെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അതുകൊണ്ട് വിശ്വാസി, നീ തളരാതെ. വിശ്വാസിയെ നീ തളരാതെ, സ്നേഹാഗ്നിയായി കത്തിപ്പടർന്നിടുവിൻ. വിശ്വാസിയെ നീ തളരാതെ, സ്നേഹാഗ്നിയായി കത്തിപ്പടർന്നിടുവിൻ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മനമേ, സിയോൻ യാത്രയിതിൽ. ഭയപ്പെടേണ്ട മനമേ, സിയോൻ യാത്രയിൽ. ചേർന്ന് പാടാം. അന്യരല്ല, അന്യരല്ല, പരദേശിയല്ല, വിശുദ്ധൻ പൗരനും. വിശുദ്ധൻ സഹപൗരനും.
അന്യരല്ല പരദേശിയല്ല വിശുദ്ധൻ സഹപൗര നമ്മൾ. അന്യരല്ല പരദേശിയല്ല ദൈവഭവനത്തിനംഗങ്ങൾ നമ്മൾ. അന്യരല്ല പരദേശിയല്ല ദൈവഭവനത്തിനംഗങ്ങൾ നമ്മൾ. നല്ല സമര്യക്കാരനെ പോലെ നമുക്ക് ജീവിക്കാം. ഒരു മനസ്സോടെ നല്ല വചനമാകുന്നവനെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നവനെ നമുക്ക് സ്വീകരിക്കാം. അവനായി വിത്തുകൾ വിതയ്ക്കുവാൻ നമുക്ക് പോകാം. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരും അവഗണിക്കപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ ഭക്തർക്ക് അവിടുന്ന് കഷ്ടതയുടെ ദിനത്തിൽ രക്ഷയ്ക്കെത്തുന്നു. ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും അവിടുത്തെ പക്കലുണ്ട്. നല്ല സമരിയക്കാരനെ പോലെ അവിടുത്തെ പക്കൽ നമുക്ക് ചെല്ലാം. അവിടുന്ന് നിന്നെ വിളിക്കുന്നു, വരൂ നമുക്ക് രമ്യതപ്പെടാം. നല്ല സമരിയനായെന്നും ജീവിച്ചിടാം, എളിയവരെ എന്നും മാനിക്കണം. നല്ല സമരിയനായെന്നും ജീവിച്ചിടാം, എളിയവരെ എന്നും മാനിക്കണം. ശത്രുത കൈവെടിയാം, നമുക്കൊരു മനമായി ഉയരാം. ശത്രുത കൈവെടിയാം, നമുക്കൊരു മനമായി ആകുലരായോ രജഗണമേ, ആകുലരായോ രജഗണമേ, നിന്റെ പാതയിൽ നാഥനമേശുവുണ്ട്. ജീവിതകാലം മുഴുവനിലും നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമേകുമവൻ. സിയോൻ യാത്രയിൽ പങ്കുചേരും, നിങ്ങൾ കർത്താവിൻ സാക്ഷിയായി തീർന്നിടുവാൻ. സിയോൻ യാത്രയിൽ പങ്കുചേരും, നിങ്ങൾ കർത്താവിൻ സാക്ഷിയായി തീർന്നിടുവാൻ. അന്യരല്ല പരദേശിയല്ല വിശുദ്ധൻ സഹപൗരൻ നമ്മൾ. ഓ, അന്യരല്ല പരദേശിയുമല്ല, ഞങ്ങൾ വിശുദ്ധൻ സഹപൗരനാണ്. അന്യരല്ല പരദേശിയല്ല ദൈവഭവനത്തിനംഗങ്ങൾ നമ്മൾ. അന്യരല്ല പരദേശിയല്ല. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും സന്തോഷവും സമാധാനവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലും ജോലി മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.